ഹലോ ഫ്രണ്ട്സ്, എയർ ലൈഫ് ക്യാപ്ചറിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പാലക്കാട് എത്തി ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം രാവിലെ നമ്മൾ എണീറ്റു. നമുക്കിന്ന് ട്രിവാൻഡ്രം പോകാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് രാവിലെ എണീറ്റ് നമ്മൾ പുറത്തിറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിന് ചുറ്റും നെൽപ്പാടമാണ്. അപ്പം നമ്മൾ ഇറങ്ങി ചായയൊക്കെ കുടിച്ച് ആ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ തന്നെ അങ്ങ് നിന്ന് കേട്ടോ. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റും എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഫ്രണ്ടിലൊക്കെ ആയിട്ട് ചെറിയ ചെറിയ ഗാർഡൻ പോലെയൊക്കെ ചേച്ചി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അപ്പോൾ അവിടെ തന്നെ പല പല ടൈപ്പ് ചെടികൾ നമുക്ക് കാണാം കേട്ടോ. ഈ ഒരു ചെടിയൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ആ ഒരു പച്ച ഇലയുടെ അകത്ത് ചെറിയ ചെറിയ വൈറ്റും പിങ്കുമായിട്ടുള്ള ഡോട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ കല്യാണ സൗഗന്ധികം, ഈ ചെടിയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഫ്രണ്ടിലൊക്കെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇതാണ് വീട് കേട്ടോ. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മുടെ വീടൊന്നും നമുക്ക് നേരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ബാക്ക് സൈഡ്. ഇവിടെ ഒരുപാട് ബുള്ളറ്റുകളൊക്കെ ഇരിപ്പുണ്ട്. അത് വേറൊന്നുമല്ല, ഇവിടുത്തെ അങ്കിളിന് ബുള്ളറ്റിൻ്റെ പണിയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ബാക്കിലാണ് ഇതുപോലെ ഷെഡൊക്കെ ചെയ്ത് അവിടെയാണ് ഈ ബുള്ളറ്റിൻ്റെ വർക്കൊക്കെ അങ്കിൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മതിലിൻ്റെ തൊട്ട് വെളിയിൽ തന്നെയാണ് ഈ ഒരു പാടം വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. രാവിലെ മെയിനായിട്ടും ഈ മഴയൊക്കെ ഉള്ള സമയത്ത് കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, ഫുള്ള് ആ ഒരു വ്യൂ ആണ്. നമുക്ക് എത്ര നേരം അവിടെ നിന്നാലും നമുക്ക് മതിയാവില്ല കേട്ടോ. അതൊക്കെ കണ്ടിങ്ങനെ നിൽക്കാനായിട്ട് തോന്നും. ഇതാണ് അങ്കിളിൻ്റെ വർക്ക്ഷോപ്പ് കേട്ടോ. ഇവിടെ ഒത്തിരി ബുള്ളറ്റ്സ് ഇരിപ്പുണ്ട്. അവിടെ തന്നെ ഒരാളുണ്ട്, നമ്മുടെ ഒരു പട്ടിക്കുട്ടി. അതിൻ്റെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പാവമാണ് ചേട്ടാ. അപ്പോൾ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് അതിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ഷേക്ക് ഹാൻഡൊക്കെ ചോദിച്ചു നോക്കി, പക്ഷേ അത് കൊടുത്തില്ല. ഇതൊക്കെയാണ് അങ്കിളിൻ്റെ പണി സാധനങ്ങളും ബുള്ളറ്റ്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലം. ട്രിവാൻഡ്രത്തേക്ക് പോകാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം അവിടെ കാഴ്ച ആസ്വദിച്ച് നിൽക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക് നല്ല ഉറക്കമായിരുന്നു. തലേ ദിവസം നല്ല ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ഇവിടെ ഒരു കൊച്ചുണ്ട്, അങ്കിളിൻ്റെ മോൻ. അപ്പോൾ അവനുമായിട്ട് ഫുൾ കളിയായിരുന്നു. അപ്പോൾ 11 മണിയൊക്കെ കഴിഞ്ഞു ഉറങ്ങാൻ. അതുകൊണ്ട് തന്നെ നല്ല ഉറക്കമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ വിളിച്ചുണർത്തിയാണ് അവനെ എണീപ്പിച്ചത്. എന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഇറങ്ങി. പാലക്കാട് വന്നതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, കൊല്ലങ്കോട് പോകാനായിട്ട്. അപ്പം നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലം. ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് ആ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യാതെ പോകുന്നത് വളരെ മോശമായിട്ട് തോന്നി. അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി മഴ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് വരെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ എത്താറായപ്പോഴത്തേക്കും നല്ല മഴ പെയ്തു തുടങ്ങി. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും അവിടെ ഇറങ്ങാനോ അവിടുത്തെ കാഴ്ചകളൊന്നും കാണാനോ പറ്റില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ അവിടെ എത്തി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും മഴയെല്ലാം മാറി കേട്ടോ. അപ്പോൾ ചെറുതായി മഴ മാറിയ സമയത്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് കേട്ടോ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട. ഇതാണ് നമ്മൾ അന്വേഷിച്ച് പോയ സ്ഥലം കേട്ടോ, മെയിനായിട്ടും. അപ്പോൾ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട അറിയാൻ പാടില്ലാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ. ആ കടയുടെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയുള്ള കാഴ്ച കണ്ടോ, എന്ത് ഭംഗിയല്ലേ. ആ മലയുടെ മുകളിൽ കൂടെ ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ. അപ്പം നമ്മൾ ചെല്ലഞ്ചേട്ടൻ്റെ കടയിൽ നിന്ന് ചായയും പരിപ്പ് വടയൊക്കെ കഴിച്ച് നല്ല ചില്ലായിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് തന്നെയാണ് പോകുന്നത്. നമ്മൾ വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു കാഴ്ച കാണാൻ എന്ത് രസമാണെന്ന് നോക്കിക്കേ. അപ്പോൾ അതിൻ്റെ അടുത്ത് പോയപ്പോൾ അതിനേക്കാൾ ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും പറയുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലായി കേട്ടോ.
കൊല്ലങ്കോട് പോയിട്ടില്ലാത്തവരൊക്കെ മസ്റ്റായിട്ടും പോയിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി നല്ല മഴയായിരുന്നെങ്കിലും നമ്മളവിടെ എത്തിയതിന് ശേഷം നമ്മളവിടെ ഇറങ്ങിയ സമയത്ത് മഴയൊന്നും ഉണ്ടായില്ല. ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, എന്നാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദാ നമ്മൾ ആ മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണാനാണ് ദാ ഈ പൊക്കോണ്ടിരിക്കുന്നത്. മറിമായം എന്ന് പറയട്ടെ, നമ്മൾ ചെന്ന സമയത്ത് പെരുമഴ ആയിരുന്നെങ്കിലും നമ്മളിതാ ഈ സ്ഥലത്തേക്ക് ചെന്നതും നല്ല വെയിലായിരുന്നു കേട്ടോ. നിൽക്കാൻ പറ്റാത്തത്രയും വെയിലുണ്ടായിരുന്നു. അപ്പോൾ കുടയൊക്കെ പിടിച്ചിട്ടാണ് ചേട്ടനും മോനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നത്. അത്രയ്ക്ക് വെയിലുണ്ട്. എത്ര വെയിലുണ്ടായിരുന്നെങ്കിലും നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ ആ ഒരു വെയിലൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. നമ്മുടെ പണ്ടത്തെ നോട്ട്ബുക്കില്ലേ, അതിൻ്റെ ഫ്രണ്ട് പേജൊക്കെ ഇല്ലേ, അതുപോലെയാണ് ഈ ഒരു വ്യൂ കേട്ടോ. നമ്മൾ ഈ പെയിൻ്റ് ഒക്കെ ചെയ്തു വച്ചിരിക്കുന്ന പോലെ ശരിക്കും അത് നേരിട്ട് കണ്ടുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും ഒറിജിനൽ മലയാണെന്ന് ആർക്കെങ്കിലും തോന്നുമോ? നമ്മൾ ശരിക്കും പെയിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പോലെ അല്ലേ? അപ്പോൾ കുറച്ചു നേരം നമ്മൾ അവിടെ നിന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ തുരങ്കം കണ്ടോ? നമ്മൾ പാലക്കാട് നിന്നും ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴി നമ്മൾ ഇതിലൂടെയാണ് കേട്ടോ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ലോങ് ആയിട്ടുള്ള തുരങ്കത്തിൽ കൂടെയൊക്കെ പോകുന്നത്. നല്ല രസമുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ത്രില്ലടിച്ചിരിക്കുക. ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത് വീണ്ടും വേണമെന്നായിരുന്നു അവൻ്റെ വാശി. നമുക്ക് എങ്ങനെ വീണ്ടും അതുവഴി പോകാൻ പറ്റുക? അത് പറഞ്ഞിട്ട് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തിയപ്പോൾ ഏകദേശം 1 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസമാണ്. 2-3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇക്കു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വീടൊക്കെ കണ്ടപ്പോൾ. അപ്പോൾ ഈ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ നേരത്തുള്ള കലാപരിപാടികളാണ് കേട്ടോ. അപ്പോൾ കടയിൽ പോയി അവന് ബട്ടർ ബന്ന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ബട്ടർ ബന്നൊക്കെ കഴിച്ച് ഡാൻസൊക്കെ കളിച്ച് നിൽക്കുകയാണ്. ചായ ഒക്കെ ഇട്ട് വെച്ചപ്പോൾ ചേട്ടനൊരു ബുൾസൈ കഴിക്കണമെന്ന് തോന്നി. ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. പൊട്ടിക്കരുത് ചേട്ടൻ പറഞ്ഞിട്ടും അത് കേൾക്കാതെ ഞാൻ മുട്ട പൊട്ടിച്ചൊഴിച്ചു. ബുൾസൈയുടെ ഉണ്ണി പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞിട്ടാണ് ചേട്ടൻ അങ്ങനെ പറഞ്ഞത്. പക്ഷെ എൻ്റെ കഷ്ടാലോ എന്ന് പറയട്ടെ, ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നീ മാറി നിൽക്ക്, അടുത്തത് ഞാൻ പൊട്ടിക്കാമെന്ന് ചേട്ടൻ പൊട്ടിച്ചൊഴിച്ചതും അതേപോലെ തന്നെ ഉണ്ണി പൊട്ടിയേട്ടോ. അങ്ങനെ ബുൾസൈ കുളമായെങ്കിലും അത് കഴിക്കാതിരിക്കാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൽ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അതിനെ കുറച്ച് ഡെക്കറേറ്റ് ചെയ്തു. അപ്പോൾ ബുൾസൈയും പ്ലേറ്റിലാക്കി നമ്മൾ ചായ കുടിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. കിച്ചണിൽ ബുൾസൈയുമായിട്ടുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഇവിടെ ഹാളിൽ അച്ചാമ്മയും കൊച്ചുമോനും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് എങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.